ആലോചിച്ച് നോക്കൂ. കൗസല്യ എന്ന് പറയുന്ന അവരുടെ അമ്മ ഈ വാസു മാസ്റ്റർ അടക്കം CPM-ൽ പോകുമ്പോ പറഞ്ഞു, മക്കളെ പോകല്ലേ, എന്റെ മോന്റെ കേസിന്റെ ഗതി എന്താവും? എന്താണ് ഇതിന്റെ അർത്ഥം? കോൺഗ്രസിന്റെ ജബ്ബാറിന്റെ കുടുംബം, NDF-ന്റെ ഫസൽ, ദേശാഭിമാനിയുടെ ഏജന്റ് തേജസിന്റെ ഏജന്റായി മാറിയപ്പോൾ സുബഹിക്ക് ജനാസയായി മാറി. അതാണ് മാർക്സിസ്റ്റ് പാർട്ടി. അവരുടെ പാർട്ടിയിൽ നിന്ന് പോകാനുള്ള അവസ്ഥ അതാണ്. RSS-ഉം മാർക്സിസ്റ്റും ഏറെ സംഘടന നടന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? രാഷ്ട്രീയ വിദ്യാർത്ഥിയാണെങ്കിൽ പിറകോട്ട് നോക്കിയാൽ കാണാം, DYFIയുടെ ആദ്യത്തെ രൂപം KYF ആണ്, കേരള യുവജന ഫെഡറേഷൻ. അതിന്റെ അന്നത്തെ നേതാവ് CK പത്മനാഭനാണ്. CK പത്മനാഭൻ ആ കൂടാരം വിട്ട് RSS-ലേക്ക് വന്ന ശേഷമാണ് ഏറ്റവും കൂടുതൽ ആക്രമണം RSS-ഉം മാർക്സിസ്റ്റുമായി നടന്നത്. അടുത്തു വരെ അതായിരുന്നു പണി. RSS-ഉം മാർക്സിസ്റ്റും കൊണ്ടും കൊടുത്തും കഴിഞ്ഞിരുന്ന കണ്ണൂരിൽ ഒരു കൂട്ടർ മാൻ പവറിലും മറ്റൊരു കൂട്ടർ മസിൽ പവറിലും നിറഞ്ഞാടിയപ്പോൾ മാൻ പവറിന്റെയും മസിൽ പവറിന്റെയും ഇടയിൽ മസിലഹത്തിന്റെ പവറിൽ നിറഞ്ഞു നിന്നതിന്റെ അഹമ്മദ് സാഹിബാണ്. നമ്മളുടെ ഡ്യൂട്ടി അതാണ്. നമ്മൾ പോവുക, സമാധാനം പറയും, നമ്മൾ മക്കളെ കുഴപ്പമുണ്ടാക്കല്ലേ, പ്രശ്നം ഉണ്ടാക്കല്ലേ, നമ്മളെ പണി അതല്ലേ. അതല്ല ഇപ്പൊ ഈ മുല്ലപ്പൂ വിപ്ലവം എന്ന് അറിഞ്ഞ് തുടങ്ങിയ സമരം അനിശ്ചിതകാല ഉപരോധമായിരുന്നു. എന്താണ് ആ യുദ്ധം? ലക്ഷക്കണക്കിന് ആൾക്കാരാ തിരുവനന്തപുരത്തായ യുദ്ധം, അതും അനിശ്ചിതകാല. എപ്പോഴാണ് നീറ്റ് പോകാന്ന് പറയാൻ പറ്റില്ല, ഒരു നിശ്ചയമില്ല. അതിനാണ് അനിശ്ചിതം എന്നറിയാം. ഇതുവരെ അങ്ങനെയായിരുന്നു. ഇപ്പൊ അതിന്റെ അർത്ഥമൊക്കെ മാറി. അനിശ്ചിതകാല ഉപരോധം എന്ന് കേട്ടു. അതോ ചില്ലറക്കാരാണോ ഇരിക്കണേ? ഷുക്കൂറിന്റെ ഘാതകർ അതിനകത്തുണ്ട്. കോൺഗ്രസിന്റെ ജബ്ബാറിനെ യമപുരിക്ക് പറഞ്ഞയച്ചവരുണ്ട്. KT ജയകൃഷ്ണൻ മാഷ പറഞ്ഞയച്ചവരുണ്ട്. NDF-ന്റെ ഫസലിനെ പറഞ്ഞയച്ചവരുണ്ട്. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ TP ചന്ദ്രശേഖരനെ പറഞ്ഞയച്ചവരുണ്ട്. തീർന്നോ? അവര് ആരെയൊക്കെ പറഞ്ഞയച്ചു? അവരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോഴാ റിപ്പർ ജയാനന്ദൻ ജയിലിയാടിയത്. റിപ്പർ ജയാനന്ദൻ ജയിലിയാടിയിട്ട് നേരെ അവന്റെ അമ്മനെ കാണാനല്ല പോയത്, ഇതിന്റെ നടുവിൽ അവിടെ വന്നിരുന്നത്. പിന്നെ എന്തായിരിക്കും സമരത്തിന്റെ സ്ഥിതി? അതിന് പറ്റിയവരാണ് ആ കൂട്ടത്തിലുണ്ടായത്. കേന്ദ്രസേന വന്ന് ഇറങ്ങും ചെയ്തു. കേന്ദ്രസേന വന്നാൽ പിന്നെ പറയണ്ടല്ലോ. കേന്ദ്രസേന തോക്കാണ്ട് പൊത്തിച്ച തരാണ്ട് പോയാല് കുഞ്ഞാപ്പിയും VS-ഉം പിണറായി ഒക്കെ കണക്കല്ലേ. തരാൻ കണ്ട് പോയാല് അവിടെയാണ് എങ്ങനെയാണ് ഈ സമരം ഒന്ന് അവസാനിപ്പിക്കുക? ഞെട്ടിപ്പോയില്ലേ? ഉമ്മൻചാണ്ടി വിളിക്കുമ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കോട്ടക്കലിൽ ഖത്തർ KMCC-യുടെ 23 ബൈത്തുർ റഹ്മാൻ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇരിക്കുകയാണ്. അടുത്ത ദിവസം റിയാദ് KMCC-യുടെ 32 വീടുണ്ട്. അസ്ഹറുദ്ദീൻ ഇപ്പൊ ഞാൻ വരുന്ന ചടങ്ങിൽ അദ്ദേഹം അങ്ങോട്ട് വരികയാണ്. പൊന്നാനി പാർലമെന്റ് ക്രിക്കറ്റ് താരം അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങോട്ട് പോയിരുന്നത്. 32 വീട് റിയാദ് കമ്മിറ്റിയുടെ ആ ചടങ്ങിൽ അസ്ഹറുദ്ദീൻ പ്രസംഗിക്കാണ്ട്. 23 വീട് ഖത്തർ KMCC. ആ ചടങ്ങിൽ നിന്നാണ് കുഞ്ഞാപ്പ പോയത്. ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന്റെ സ്റ്റാഫിനോട് ചോദിച്ചു, അല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്തെങ്ങനെ പെട്ടെന്ന് ഒന്നല്ല CM വിളിച്ചു, ഇലക്കും മുള്ളിനും കേടില്ലാതെ ഈ സമരം എങ്ങനെ തീർക്കുക? എന്നാൽ ലക്ഷക്കണക്കിന് ആൾക്കാരിയ്ക്കുക, അതും മോശക്കാരല്ല. അവരെ മുദ്രാവാക്യം അവർക്കെങ്ങനെ ഭക്ഷണം കൊണ്ടേ കൊടുത്തിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കല്ലേ? തിന്നാനുള്ളത് മുഴുവൻ കൊണ്ടേ കൊടുക്കുക. ഒരു പണിക്കും പോവാത്തവന്, തൈലം വെക്കുന്നോടത്ത് ചെറിയ നോക്കിക്കുന്നവന്, ഈച്ചക്ക് പീടി വെച്ചിരിക്കണവര്, ഇവര് മുഴുവൻ 1500 റുപ്യ ശമ്പളം കിട്ടി ആരാ പോവാതിരിക്കുക? പെരയിൽ ഏതായാലും ഉപകാരമില്ല, പൊയ്ക്കോന്ന് പറഞ്ഞ് 1500 റുപ്യ പറഞ്ഞയച്ചു. ഇവരൊക്കെ പോയിരുന്നു. ചാനലുകളൊക്കെ അങ്ങനെ ആഘോഷിച്ചില്ലേ? നമ്മൾ കോഴിക്കോട്ടൊരു സമ്മേളനം നടത്തി ഈ ചാനലുകൾ കാണിക്കുന്നത്. നമ്മൾ ഇത്രയും ബൈത്തുർ റഹ്മാൻ കൊടുത്ത ഏഷ്യാനെറ്റ് മാത്രമല്ലേ ഒരു മര്യാദക്കൊന്ന് കാണിച്ചത്? മറ്റുള്ളവരൊക്കെ ഇത് കാണിച്ചോ? കേജ്രിവാൾ ബസ്സിൽ കിടന്നുറങ്ങാനുള്ള സൗകര്യം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വലിയ വാർത്താക്കിയില്ലേ? ബസ്സിൽ കിടന്നുറങ്ങാനുള്ളതല്ല വലിയ സംഭവം. ബസ്സിൽ കിടന്നുറങ്ങി എന്താണുള്ളത്? സുബൈക്ക് ഇറക്കി വിടും. മാത്രമല്ല കിടന്നുറങ്ങിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ ഉറുണ്ടായി എവിടെ ഉണരാന്ന് അറിയാൻ പറ്റില്ല. എന്നാ ഞങ്ങളെ ബൈത്തുർ റഹ്മാക്ക് ടയറില്ലല്ലോ, അതാരെങ്കിലും ചിന്തിച്ചിക്കണം. ഞങ്ങളെ ബൈത്തുർ റഹ്മാക്ക് ടയറില്ല എന്ന് മാത്രമല്ല, ഇറക്കി വിടൂല എന്ന് മാത്രമല്ല, ബാപ്പാക്ക് കൊടുത്ത ബൈത്തുർ റഹ്മാൻ മകന് അനന്തരാവകാശമായിട്ട് കിട്ടും. അറിയോ? അതാരും പറഞ്ഞില്ലല്ലോ. ആരെങ്കിലും മുസ്ലിം ലീഗിനെ പറ്റിയുള്ള ഈ കാര്യം ആരും പറയില്ല. നമ്മൾ കോഴിക്കോട് സമ്മേളനം നടത്തി ആരും പറയില്ല. നമ്മൾ തോൽക്കുമ്പോ പറയും കുഞ്ഞാലിക്കുട്ടി തോറ്റു, ഇത്ര വോട്ടിന് പിന്നില്. മുന്നിലാകുന്ന സമയത്തും അല്ലാതെ പറയില്ല. ഇപ്പോഴല്ലേ TV ഒക്കെ വന്നത്? റേഡിയോ ഉള്ള കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ഉപ്പ അങ്ങനെ റേഡിയോ തലക്കാൻ കൊടുത്ത് വെച്ച് ഇങ്ങനെ എടുത്തിട്ട് പറയും, മോനെ ഷേഖ് സാഹിബിന്റെത് എന്തായി, ബനാത്ത് വാലിന്റെത് എന്തായി? അന്ന് അവർ രണ്ടാളും മത്സരിക്കുന്ന സമയം 12 1 മണി വരെ ഇങ്ങനെ തലക്കാൻ കൊടുത്ത് വെച്ചിട്ട് റേഡിയോ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്.
പൊന്നാര മക്കളെ അത്താഴം വരെ ഒരു വിവരമില്ല, മാസം കണ്ടോന്നില്ല, ഇല്ലാന്നില്ല, ഒരു വിവരമില്ല. മറ്റുള്ളവർക്കൊക്കെ ലീഡ് പറയുന്നുണ്ട്. അങ്ങനെ നേരം വെളുത്ത് ആ പത്രം കെട്ടി നോക്കിയാൽ കാണാം മൂലക്കുരുവിന്റെ പരസ്യത്തിന്റെ അടിയിൽ ഇബ്രാഹിം സുലൈമാൻ സെട്ട് 1,14,000 വിജയിച്ചു, GM മനാത്ത് വാല 1,07,000 വോട്ടിന് വിജയിച്ചു. അതൊക്കെ മൂലക്കുരുവിന്റെ പരസ്യത്തിന്റെ അടിയിൽ. എന്നാ മാതൃഭൂമി എന്നുള്ളതിന്റെ മേലെ 12 വോട്ടിന് ജയിച്ചത്, 8 വോട്ടിന് ജയിച്ചത്. നമ്മളതാരും അങ്ങനെ കാണിക്കൂല. നമ്മളെ കുഞ്ഞാപ്പ ചാനലിൽ സംസാരിക്കുമ്പോ തന്നെ ഇടവേള. ഈ അഹമ്മദ് സാഹിബ് 2 നല്ല വർത്താനം പറയാ, കാര്യഗൗരവമുള്ളത് പറയുകയാണെങ്കിൽ സമയം കൊടുക്കുക ഇല്ലല്ലോ. എന്നാൽ റൌഫിന് എത്ര സമയം കൊടുക്കുന്നുണ്ട്? പൂന്തുറ സിറാജിന് ഒരു പഞ്ചായത്തിൽ മെമ്പർ ഉണ്ടോ? ഗ്രാമസഭയിൽ ഇതുവരെ എത്തിയിട്ടില്ല. അഹമ്മദ് ഐക്യരാഷ്ട്രസഭയിലാണ്. അറിയാങ്ങള് അഹമ്മദ് ഐക്യരാഷ്ട്രസഭയിൽ പോകുന്ന അഹമ്മദിനധികം സമയമില്ല. നേരെ മറിച്ച് ഗ്രാമസഭയിൽ പോകാത്ത പൂന്തുറ സിറാജ്. ഇതുവരെ ഒരു MLA ഇല്ലാത്ത, കേരളത്തിൽ അക്കൗണ്ട് തുറക്കാത്ത സുരേന്ദ്രന് എത്ര സമയം കൊടുക്കുന്നുണ്ട്? ഇവർക്കൊക്കെ നല്ല അവസരം കൊടുക്കും. നമ്മളോ നമുക്കൊന്നുമില്ല. ഈ ചാനലുകാർ ചെയ്ത പണി എന്താ അറിയാം? ഈ ഉപരോധ സമരത്തിന് ഭക്ഷണം കഴിക്കണ രംഗം അതിങ്ങനെ കാണിക്കുക. എന്തൊക്കെ വിഭവങ്ങളാണ് അവിടെ. നിർമ്മൽ ലൈവായിട്ട് പറയാണ്, ഇവിടെ വലിയ പപ്പടുണ്ട്, എലിശ്ശേരിണ്ട്, പുളിശ്ശേരിണ്ട്, സാമ്പാറുണ്ട്, അച്ചാറുണ്ട്, തൈരുണ്ട്, മോരുണ്ട് എന്ന് അടുപ്പിന്റെ അടിയിൽ നിന്നും ക്യാമറമാൻ സുരേഷിനൊപ്പം നികേഷ് ലൈവായിട്ട് ഒന്നിങ്ങനെ കാണിക്കുകയാണ്. ഒന്നിങ്ങനെ കാണിക്കുമ്പോ ഇങ്ങനെ എല്ലാവരും നല്ലത് ആർത്തിയോടുകൂടി തിന്നുന്നു. അന്നം പുളി കാണാതായ അങ്ങനെ തന്നെയല്ലേ, ആർത്തിയോടുകൂടി തിന്നുന്നതൊക്കെ ഇങ്ങനെ കാണിച്ച് നിങ്ങൾ അതല്ല കാണിക്കേണ്ടിയെന്ന്. ആ സമരം പൊട്ടി പാളീസായിട്ട് പുല്ലായി മടക്കിയിട്ടുണ്ട് ഒരു പോക്ക് വെച്ച് അതേ നിങ്ങൾ കാണിക്കേണ്ടി, അതല്ലേ നിങ്ങൾ കാണിക്കേണ്ടിന്ന്. അബുദാബിന്ന് ക്യാൻസലായി വരുന്ന വരവല്ലേ വന്നിരുന്നത്. ആ സമരം നിങ്ങൾ കാണിക്കേണ്ടിയത്. ഞങ്ങൾ കണ്ടോ ആ ഉപരോധ സമരത്തെ എങ്ങനെ നേരിടണം അല്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് 3 ചെറിയ വിദ്യകളെ ഉമ്മൻചാണ്ടിയുടെ സ്വകാര്യം പറഞ്ഞത്. ഡക്കാൻ പത്രം ഇംഗ്ലീഷ് പത്രമുണ്ട്. പിറ്റേ ദിവസം ഒരു ലേഖനം എഴുതിയിട്ട് വായിക്കേണ്ടതാ. തഹ്രീർ സ്ക്വയർ. എന്താ ചെറിയ ചെറിയ വിദ്യ. ഒന്നെന്താ നമ്മൾ ചെയ്തത്? സെക്രട്ടേറിയറ്റിന് 2 ദിവസം അവധി പ്രഖ്യാപിച്ചു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇവർ ഇരിക്കുകയാണ്. അവിടെ 2 ദിവസം അവധി പ്രഖ്യാപിച്ചു. ആളില്ലാത്ത പോസ്റ്റിൽ എങ്ങനെ ഹോളടിക്കാന്ന്. പിന്നെ മുദ്രാവാക്യം വന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? ബാറുകളൊക്കെ അടച്ചുപൂട്ടണം. അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയ സാധനം കഴിഞ്ഞ് കരിപ്പാണ്ട് കൂടി പ്രാന്താണ്ട് മൂത്ത് അതന്നെ 2. മൂന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണെന്നറിയാം? എല്ലാ ലോഡ്ജിലും പോയി വിവരം പറയാ, ടോയ്ലറ്റൊക്കെ ഒന്ന് കൂട്ടണം. ഇതിങ്ങനെ ഇറക്കിയാൽ പോരല്ലോ, ഒഴിവാക്കുമാണ്. ഈ സാധുക്കൾ തീരെ ആലോചിച്ചില്ല. അങ്ങനെ ഇരുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എന്തൊക്കെ അവിടെ ഉണ്ട്, സാമ്പാറുണ്ട്, അതുണ്ട് തന്നെ ചാനലേലൊന്ന് പെരുപ്പിച്ചിട്ട് കാണിക്കണതിനനുസരിച്ച് ഇപ്പം പിന്നെ ചോറിടുക തന്നെ എല്ലാം വെച്ച് നല്ല ഉഷാറാക്കി തൈരും മൂലക്കാണ് ചെന്നതിന് ശേഷം തുടങ്ങി വയലിച്ച പഠിച്ചാൽ എന്താണ് ചെയ്യുന്നത്? അതൊരു മാർഗമില്ല. ആകെ ഒരു പിടുത്തല്ലാതെ നിൽക്കുമ്പോ പിണറായും VS തോമസ് ഐസക്കും ഒക്കെ ഇങ്ങനെ സാന്റിയാഗോ മാർട്ടിയും വലിയൊരു ലോഡ്ജിലും റൂമൊക്കെ തെരഞ്ഞു പോയി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വയറേതനായിട്ടാണ് നിർത്തം. തിരുവനന്തപുരത്ത് ഒരു പിടുത്തമില്ല, ഏത് അങ്ങാടിയാന്നൊരു പിടുത്തമില്ല, എല്ലാ ടോയ്ലറ്റും പൊട്ടി. AKG സെന്റർക്ക് കയറിയപ്പോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ബ്രാഞ്ച് സെക്രട്ടറി ഇവിടുന്ന് വിളിക്കുകയാണ്. അപ്പൊ അവന്റെ ഫോണിൽ പറഞ്ഞത് താങ്കൾ ക്യൂവിലാണ് ഈ നേരത്തെ ആ കിടന്നിരുന്ന കൊടിയായി എന്ത് ചെയ്യും? അപ്പോഴാണ് ആരോ പറഞ്ഞത് കൈരളി ചാനലിന്റെ പറമ്പ് ഒഴിഞ്ഞു കിടക്കണം. ഈ വിവരറിയേണ്ട താമസം സംയുക്ത ആഭിമുഖ്യത്തിൽ മതിലെടുത്തയാടി സംസ്ഥാന അടിസ്ഥാനത്തിൽ കാര്യമായിട്ട് നിർവഹിക്കും. അപ്പോഴാണ് നമ്മൾ തോമസ് ഐസക് പറഞ്ഞത് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ഈച്ച പോലും കടക്കില്ല. കാരണം ഫുള്ള് ഈച്ചകളും കൈരളി ചാനലിന്റെ പറമ്പിലായിപ്പോയി. ഒന്ന് മാറ്റിട്ട് നിങ്ങളെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ വയറുവേദന വന്നിട്ട് വിപ്ലവം പൊട്ടിയത്? നിങ്ങളുടെ സമരവീര്യത്തിന്റെ പരിപ്പെടുത്ത് വറുത്ത് പൊടിച്ച് കരിച്ച് കയ്യിൽ കൊടുത്തു പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ. അറിയോ? വല്ലാത്ത സംഭവമല്ലേ? നിങ്ങൾ പറയും നിങ്ങളാണ് ബുദ്ധിജീവി. വലക്കെ നിങ്ങൾക്കൊരു ബുദ്ധിയില്ല. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ 2 പമ്പേഴ്സ് വാങ്ങാനുള്ള ബുദ്ധി ഉണ്ടായില്ല. നിങ്ങൾക്ക് 4 ദിവസമെങ്കിലും ആ സമരം നീട്ടിക്കൊണ്ടാൻ സാധിച്ചിരുന്നില്ല. ആ ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ. അതൊന്ന് മനസ്സിലാക്കണം, ബുദ്ധി എവിടെയെന്നുള്ളത്. ഞങ്ങളുടെ നേതാക്കന്മാരെ കണ്ടോ? അപ്പൊ ഞങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ. സമരം പൊട്ടി പാളിസായി, എല്ലാ നിലക്കും പോയി. എന്നിട്ട് പിണറായി പറഞ്ഞു VS-നോട്, നിങ്ങൾ പറഞ്ഞാണേ സമരം വിജയിച്ചിരിക്കുന്നു. പണ്ടൊക്കെ മാറ്റിട്ട് പാർട്ടി വിജയം വരെയായിരുന്നു സമരം. ഇപ്പൊ വിജയൻ പറയുന്നത് വരെയും സമരം. വിജയം തുടങ്ങാൻ പറഞ്ഞാൽ തുടങ്ങുക, വിജയം നിർത്താൻ പറഞ്ഞാൽ നിർത്തുക.
ജന്മത്തിൽ ഇഞ്ഞോല് ആഹാരം കഴിച്ചിട്ടുള്ള സമരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിരാഹാര സമരം തുടങ്ങിയത് നമ്മൾ അങ്ങാടിയിലൊക്കെ. നിരാഹാര സമരത്തിന്റെ ഗതി എന്താ? 10 ഏട്ടന്റെ ടോർച്ചിന്റെ ഉള്ളിൽ പുട്ട് വെച്ചിട്ടല്ലോ പോയിരുന്നത്. എന്നിട്ട് ദേശാഭിമാനി കാണിക്കാൻ മക്കനട്ട വല്യമ്മ കാണാൻ വന്നിട്ടുള്ള മോനെയാണ്. കാണാൻ വരുമല്ലോ, ആയ കാലത്ത് നോമ്പ് പോൽക്കാത്തപ്പോ എങ്ങനെ ഈ കെടുക്കണമെന്നൊന്നും അറിയണ്ടേ. അത്തായത്തിന് വിളിച്ചു കാണിച്ചാ കൗന്ന് കിടന്നിട്ടേ ലവയിച്ചു ചെല്ലൂല അവനെ. കൗന്നിങ്ങനെ കിടന്നിട്ട് വിരുന്നാലേ മതമല്ല 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 പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം, ലവയിച്ചത് വെച്ചല്ല. നോമ്പ് പോയിക്കണ്ട് കാണാനുള്ള കിടോണ്ട് പോയതല്ലേ തള്ള. അല്ലാതെ നിരാഹാര പന്തല് സന്ദർശിക്കാൻ പോയിട്ടൊന്നല്ല. സമരം പൊട്ടിപ്പാളിസായി അല്ലേ? ഒരു സമരം ക്ലച്ച് പിടിക്കണില്ലല്ലോ. പങ്കാളിത്ത പെൻഷൻ ഇത് എല്ലാം പോയി. എന്നിട്ട് VS-നോട് പറയാ, പിണറായി സമരം പിരിച്ചുവിട്ട് നിങ്ങളാണ് പറഞ്ഞാളിരുന്നു. ഈ സാധു ഉറങ്ങി തൂങ്ങരുത്. അതിലിടക്ക് മൂപ്പര് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, സഖാക്കളെ നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി ഇവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് വീട്ടിൽ പോയി വിവരം പറയണം. ഇയാള് പുന്നപ്പുറ വയലാറിന്റെ സമരനായകനാണല്ലോ. ഇയാളെ ശരിക്കും പിണറായി കുഞ്ഞി ചാടിക്കല്ലേ ചെയ്തത്. ഇയാളിരുന്ന് ഉറങ്ങി തൂങ്ങാണ്. അങ്ങനെ ഉണ്ടായത് ഞാൻ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് ഒരു ഉറങ്ങി തൂങ്ങണ അബോക്കര് ഏത് നേരത്തും ഇരുന്ന് ഉറങ്ങി തൂങ്ങിയിട്ട് അവന്റെ അടുത്ത് ഒരു ലോക തിരിപ്പനും ഇരിക്കും. ഇവൻ അനിഞ്ഞ അവനെ തിരിക്കല പണി. അപ്പൊ ഈ ഉറങ്ങി തൂങ്ങണ അബോക്കറിനോടല്ലാതെ ഹെഡ്മാഷ് എപ്പോഴും ചോദ്യം ചോദിക്കുള്ളൂ. ഹെഡ്മാഷ് ചോദിച്ചു, ഇപ്പോഴത്തെ രാഷ്ട്രപതി ആര്? അബോക്കര് പറയുന്നത്. അബോക്കര് നെറ്റില്ല നീച്ചി എത്തിരിക്കണ ഈ തിരുപ്പനോടാ ചോദിച്ചത്. എന്തേ മാഷ് ചോദിച്ചിരുന്നു? അപ്പൊ അവൻ പറഞ്ഞു, എന്റെ മാപ്പാന്റെ പേരെന്താ? അപ്പോ നീച്ച് നേണ്ട് കണ്ണു തിരുമ്പിട്ട് പറയാണ്, കുന്നുമ്മൽ കുഞ്ഞിക്കോയ. അപ്പൊ കുട്ടികൾ അറിയണ രാഷ്ട്രപതി മാറിയ മാരിമാൻ കൊടുക്കുമ്പോൾ രാഷ്ട്രപതി പറയുന്നില്ല. എന്ത് സംഭവം എന്നറിയും. ഇവൻ തിരിച്ചതാണ്. ഈ തന്തനൊക്കെ എന്ത് ചാടിച്ചതല്ലേ പിണറായി? ഇയാള് പറയണ്ട നിങ്ങൾ അവിടെ ഇരുന്നോളി സഖാക്കളെ, ഞാൻ നിങ്ങളൊപ്പൊന്നും ഇല്ല, കഴിയുന്നില്ല. VS ഇപ്പൊ അകത്തോ പുറത്തോ എന്നുള്ള അവസ്ഥയിലാണ് അല്ലേ? ആം ആദ്മിക്കാരെ ക്ഷണിക്കുന്നുണ്ട്. ആം ആദ്മി ആയാലും മുമ്പ് ദൂസരാത്മിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സംഗതി പൊട്ടിപ്പാളി സാബുക. അതല്ല, പിണറായിക്കൊന്നും ആദ്യത്തെ പോലെ സംസാരം വരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ പാർട്ടി തീരുമാനിച്ചത്? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. കരിങ്കൊടി വീശണ്ട, മുഖ്യമന്ത്രിനെ തടുക്കണ്ട. ഹേയ്, മെഡിക്കൽ കോളേജിന്റെ അവിടെ മുഖ്യമന്ത്രിനെ തടുക്കാൻ വന്നത് മുഖ്യമന്ത്രി വരാത്ത വൈകി. എന്നിട്ട് നമുക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഉദ്ഘാടനം താനൂര് അവിടെ പോയി തടുക്കാം. ഇവിടുന്ന് തടുക്കാം. അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി അവിടെ തടുത്തോട്ടെ. നമ്മളിപ്പാണ്ട് പോണ്ട, അവിടെ ലോക്കൽ കമ്മിറ്റി ഉണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ മറ്റാൾ പോയി തടുത്തോട്ടെ. ക്ലിഫ് ഹൗസിന്റെ മുമ്പിൽ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ സ്ഥലത്ത് പോവാം. ചുരുക്കത്തിൽ നിങ്ങളിങ്ങനെ ഉമ്മൻചാണ്ടിനെ എതിർക്കുമ്പോ ഉമ്മൻചാണ്ടിക്ക് ഇങ്ങനെ വില കൂടി 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 വരിക. എന്നാ ഉമ്മൻചാണ്ടിനെ എതിർക്കുന്ന നിങ്ങളെ എതിർത്തപ്പോ സന്ധ്യ എന്ന് പറഞ്ഞ പെണ്ണിന് ഒറ്റയടിക്ക് 5 ലക്ഷം കിട്ടിയത്. അത് വല്ലാതെ കിട്ടലല്ലേ? ആ പെണ്ണ് പെമ്പറുന്നവൾക്ക് 5 ലക്ഷം കിട്ടിയതിനു ശേഷം പിന്നെ സകല പെണ്ണുങ്ങളും മാപ്പിളാരോട് പറയാത്തത്. നിങ്ങളൊരു വിവരം പറയുകയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് വരിക്കില്ല. എന്താ ഇങ്ങനെ ലോട്ടറി അടിച്ചിട്ട് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? സംഭവം വല്ലാത്തൊരു സംഭവമല്ലേ? നിങ്ങളെ ജീവിത ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ മാർക്കറ്റ് കൂടി കൂടി വരികയാണ്. കണ്ട, നമ്മളെല്ലാം കൊടുക്കുക. മെഡിക്കൽ കോളേജും സ്ഥാപനവും സംവിധാനവും ഒക്കെ. ഇവിടെ ആളുണ്ട്, പഠിക്കാൻ കുട്ടികളുണ്ട്, ഇപ്പോഴും സീറ്റില്ല. നിങ്ങൾ കണ്ടില്ലേ ഫെഡറേഷൻ കപ്പ് തുടങ്ങിയപ്പോ അത്ഭുതം നമ്മൾ കണ്ടല്ലോ. ഫെഡറേഷൻ കപ്പ് ഇവിടെ തുടങ്ങിയപ്പോ ടിക്കറ്റ് കിട്ടാത്തവർ പുറത്തേക്കുക. എന്നാൽ ഇതേ സമയത്ത് കൊച്ചിയിൽ ഫെഡറേഷൻ കപ്പ് നടക്കണ്ടല്ലോ. ഗാലറിയിൽ പൂച്ചല്ലേ കയറി കുത്തറിഞ്ഞത്. ഇവിടുത്തെ സെമീറിനോട് വെല്ലിപ്പോ ഹാഫ് ടൈമിന്റെ സമയത്ത് പറഞ്ഞ് സെമീറെ ആ കളി ഒന്നാണ് എടുത്താണ്. ഹാഫ് ടൈമിന്റെ സമയത്ത് അവൻ ബോളേറ്റ് ഇങ്ങനെ കാട്ടൻ തന്നത് മോഹൻ ബഗാന്റെ ആൾക്കാര് സോഡേറ്റായി ഇരുത്തിരുന്നിട്ട് ഗ്യാസാണ്ട് കഴിഞ്ഞ് കുടിക്കാൻ പറ്റിയില്ല. എന്താ സംഭവം അറിയാം? അത്ഭുതം കണ്ടിട്ട് നമ്മളെ കുട്ടികളിങ്ങനെ ഹാഫ് ടൈമിന് പ്രദർശന മത്സരം ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ഇങ്ങനെ കയ്യിലെന്നെ എടുത്താൽ അത് പൊന്നാക്കി കാണിക്കുന്ന മലപ്പുറം. ഈ മലപ്പുറം ജില്ലക്ക് എന്ത് കിട്ടിയാലും ഇപ്പൊ മെഡിക്കൽ കോളേജ് മനോഹരമായി നടത്തുന്ന പാലം, എന്തെല്ലാം സംവിധാനങ്ങൾ, എന്തെല്ലാം സംവിധാനം. ഇവിടുത്തെ ഇതൊന്നും മുമ്പ് കൊണ്ടുവരുമ്പോ വലിയ എതിർപ്പാണ്. എല്ലാവരും എതിർക്കുകയാണ്. ഈ ഉമ്മൻചാണ്ടിനോടുള്ള ദേഷ്യം എന്താണെന്നറിയാം. അപ്പൊ ഇവിടെ എല്ലാം ആളുണ്ട്. മെഡിക്കൽ കോളേജ് വന്ന ആദ്യം ചേർന്ന കുട്ടിയുടെ പേര് അശ്വതി എന്നാണ്. ലീഗിന് മാത്രം ഇവിടെ ഒന്നുമില്ല. ഒരു മെഡിക്കൽ കോളേജ് വന്നാൽ ലീഗിന് മാത്രം ഒരു ഇഞ്ചക്ഷൻ ഉണ്ടോ? ഒരു ആയുർവേദ സർവകലാശാല സമാധാനം ചോദിക്കുന്നു, ലീഗിന് മാത്രം അവിടെ ഒരു ലേഹ്യമുണ്ടോ? പിന്നെ എന്തിനാണ് ഈ അലോഹ്യം? വെറുതെ കുഴപ്പമുണ്ടാക്കുക, വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. ലീഗ് ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾ കൊണ്ടുവരുന്നു നാട്ടിൽ. എന്നാ നിങ്ങളോ? നിങ്ങൾക്ക് കഴിയൂല. നിങ്ങൾ മുഅല്ലിമീങ്ങൾക്ക് ക്ഷേമനിധി, മദ്രസ ഗ്രാന്റ് എന്നൊക്കെ പറയാന്നല്ലാതെ കൊടുത്തിരുന്നോ? നിങ്ങളെ ബജറ്റും ഞങ്ങളെ ബജറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങളെ ബജറ്റ് ലീഗ് വീരാന്റെ കത്ത് പോലെയല്ലേ? ലീഗ് വീരാന്റെ കത്തിൽ കൂടിയത് ഞാൻ അബുദാബിയിൽ നിന്നും 1 ലക്ഷം അയക്കുന്നുണ്ട്.
അത് കിട്ടിയാൽ അമ്മോശന് 1000, അമ്മായിമാക്ക് 2000, മരുമകൾക്ക് 3000 എന്നിങ്ങനെ കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കിപ്പോ പണിയില്ല, എന്റെ കയ്യിൽ പൈസയില്ല. എന്തായാലും കാര്യം അതുകൊണ്ട് വെള്ളം അറിയാം. ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ കൊടുക്കുക. മെഡിക്കൽ കോളേജ് എന്താ പിടിച്ചോ കൊടുത്തോ. മലയാളം സർവകലാശാല പടച്ചോനെ മറക്കാൻ പറ്റോ? അറബ് നാട്ടിൽ പണി വേണം, അറബ് നാട്ടിലെ പണവും വേണം. അറബ് ഭാഷ പഠിക്കാൻ മാത്രം കേരള നാട്ടിൽ ഇടമില്ലേ എന്ന് ചോദിച്ച് എന്റെ മജീദും റഹ്മാനും കുഞ്ഞിപ്പയും കൽബ് കൊടുത്ത് കരള് കൊടുത്തിട്ടാണ് അറബ് ഭാഷ സംരക്ഷിച്ചത്. അന്നിന്റെ CH-നുണ്ട് നിയമസഭയിൽ ഒരു ആട്ടലാട്ടിയിട്ട്, ഓ അക്ഷരവിരോധി, മലയാളത്തിന്റെ ശത്രുവേ. എന്താ കാര്യം? ചന്ദ്രികയിൽ അങ്ങൊരു ലേഖനം വന്നു. അറബി ഞങ്ങളുടെ മാതൃഹൃദയം പോലെ ബന്ധപ്പെട്ടതാണ്. സ്പീക്കർ റൂളിംഗ് നൽകി CH-ന്റെ പത്രാധിപർ, ചന്ദ്രികയുടെ പത്രാധിപരെ കൊണ്ടുവന്ന് മാപ്പ് പറയിക്കണം. CH പറഞ്ഞില്ല, മലയാളിക്കൊരു മാതൃഭാഷയേ ഉള്ളൂ, അത് മലയാളം തന്നെ, ഞാൻ മലയാളിയാണ്. പക്ഷെ CH അന്ന് വൈകിട്ട് ഒരു പ്രസംഗം നടത്തി. എന്താ പ്രസംഗം? ഞങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ആദ്യമായി പിറന്നു വീണാൽ ഞങ്ങളുടെ കാതിൽ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് അറബിയാണ്. ഞങ്ങൾ കണ്ണടക്കുമ്പോൾ ഞങ്ങളുടെ കാതിൽ കേൾക്കാനും ചുണ്ടിൽ മന്ത്രിക്കാനും ആഗ്രഹിക്കുന്ന ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതും അറബിയാണ്. ഞങ്ങളെ 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ചുറ്റും കൂടിയവർ 3 പിടി മണ്ണ് വാരിയിടും. അവർ ചൊല്ലും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, അതും അറബിയാണ്. അങ്ങനെ ജനനം തൊട്ട് മരണം വരെ, മണ്ണിലേക്ക് പോകുന്നത് വരെ അറബിയോട് ഞങ്ങൾക്കൊരു ബന്ധമുണ്ട് മക്കളെ. ആ ബന്ധത്തിന്റെ പേരാണ് പൊക്കിൾക്കൊടി ബന്ധം. ആ പൊക്കിൾക്കൊടി ബന്ധം മാതാവിനോട് ബന്ധപ്പെട്ടതാണ്. ആ ബന്ധമാണ് ചന്ദ്രിക പറഞ്ഞത് മാതൃഹൃദയം പോലെ. ഓ അക്ഷരവിരോധി, ഓ മലയാളത്തിന്റെ ശത്രുവെ, പിറ്റേ ദിവസം വിളിച്ചു. എന്റെ CH വഫാത്തായല്ലോ. പിന്നെ ആ കസേരയിലിരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുടെ പേരാണ് മക്കളെ ഔക്കാദർ കുട്ടി നഹ. ആ നഹ സാഹിബിന്റെ രക്തത്തിൽ പിറന്ന പുന്നാര മോനാണ് അബ്ദുർ റബ്ബ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അൽഫ മറ. ഇന്ന് അബ്ദുർ റബ്ബിന്റെ കൈകൾ കൊണ്ട് തന്നെ ഞങ്ങളിതാ മലയാള വിരോധി, മലയാളത്തിന്റെ ശത്രുവെ എന്ന് വിളിച്ചവര് ജീവിച്ചിരിക്കെ CH വഫാത്തായ ശേഷം ഔക്കാദർ കുട്ടി നഹയുടെ മോൻ ഇതാ മലയാളം സർവകലാശാല കൊടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാ, 1000 ടൈം അൽഹംദുലില്ലാ. എന്റെ CH ഇപ്പൊ ഹയാത്തിലില്ല. CH-നെ അക്ഷരവിരോധി എന്ന് വിളിച്ചവരൊക്കെ ഹയാത്തിലുണ്ട്. എന്നാൽ അവരെ മുഖത്ത് നോക്കി തിന്നടാ തിന്നോ എന്ന് പറയാൻ എന്റെ CH ഹയാത്തിലുണ്ടായില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രമേ ഇപ്പൊ നമുക്കുള്ളൂ. പെണ്ണുമക്കളെ നമ്മളെ കൂട്ടുവെച്ചിട്ടില്ല.